തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിലനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിലനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ഇനി നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 3:2, 3, 4 വാക്യങ്ങളും, അല്ലെങ്കിൽ ജനസിസ് ചാപ്റ്റർ 3 വേർഡ്സ് 2, 3, 4. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. And the woman said unto the serpent, We may eat of the fruits of the trees of the garden. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. But of the fruit of the tree which is in the midst of the garden, God hath said, Ye shall not eat of it, neither shall ye touch it, lest ye die. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. And the serpent said unto the woman, Ye shall not surely die. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. റിക് വാറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. If there was no God, we would all be accidents, the result of astronomical random chance in the universe. You could stop reading this book because life would have no purpose or meaning or significance. There would be no right or wrong, and no hope beyond your brief years here on earth. But there is a God who made you for a reason, and your life has profound meaning. We discover that meaning and purpose only when we make God the reference point of our lives. The message paraphrase of Romans chapter 12 verse 3 says, The only accurate way to understand ourselves is by what God is and by what He does for us. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോവാം. സദൃശവാക്യം 3:3, 4, 5, അതായത് പ്രൊവർബ്സ് ചാപ്റ്റർ 3 വേർഡ്സ് 3, 4 and 5. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. Let not mercy and truth forsake thee, bind them about thy neck, write them upon the table of thine heart. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്ക് ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. So shalt thou find favor and good understanding in the sight of God and man. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Trust in the Lord with all thine heart, and lean not unto thine own understanding. ഇനി നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒടുവിൽ അവർ പർവ്വതത്തിൻ്റെ മുകളിലെത്തി. അവിടെ അബ്രഹാം ഒരു യാഗപീഠം പണിതു, അതിൻ്റെ മീതെ വിറകടുക്കി, എന്നിട്ട് മകനെ കൈകാലുകൾ ബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തി. ഇസ്ഹാക്കിനെ കൊല്ലുവാനായി അബ്രഹാം കത്തി ആകാശത്തേക്ക് ഉയർത്തി. പെട്ടെന്ന് ഒരു ദൈവദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ, ബാലനെ കൊല്ലരുത്, നിന്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കുവാൻ തയ്യാറായതിനാൽ നീ ദൈവത്തെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അബ്രഹാം ചുറ്റും നോക്കിയപ്പോൾ മുള്ളിനിടയിൽ
കൊമ്പ് ഉരുങ്ങിക്കിടക്കുന്ന ഒരു കോലാട്ട് കൊറ്റനെ കണ്ടു. താൻ ഇസ്ഹാക്കിൻ്റെ കെട്ടുകൾ അഴിച്ചു. പകരം കോലാട്ടുകൊറ്റനെ ആ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചു. അത് ദൈവത്തിന് ഒരു ഹോമയാഗമായിരുന്നു. ദൈവം നൽകും എന്നർത്ഥമുള്ള യഹോവ ഇരേ എന്ന് അബ്രഹാം ആ സ്ഥലത്തിന് പേരിട്ടു. ദൈവദൂതൻ വീണ്ടും അബ്രഹാമിനോട് സംസാരിച്ചു. നിന്റെ ഏകജാതനെ തരുവാൻ മടിക്കാഞ്ഞതിനാൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. നീ അനേകരുടെ പിതാവായിരിക്കും. തങ്ങളുടെ ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തും. അവരെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതരാവും. അപ്പോൾ 4 സെക്ഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.